മകളെ നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളിപ്പോൾ എന്തായാലും 3 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് കഴിഞ്ഞു. 24 ചെയ്ത് കഴിഞ്ഞു, 23 ചെയ്ത് കഴിഞ്ഞു, 22 ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2021 ഐസർ ആപ്റ്റിറ്റ്യൂഡ് ലിസ്റ്റിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കെമിസ്ട്രി ഭാഗം. അപ്പോൾ എല്ലാ തവണ ഞാൻ പറയുന്ന സെന്റൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള എനിക്ക് ഒന്നും കൂടുതൽ പറയാനില്ല. നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ട് എക്സ്പ്ലനേഷൻ ഫുള്ള് കേൾക്കുക. ഇതുപോലുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനെ വളരെയധികം പലതവണ നമ്മൾ അനലൈസ് ചെയ്തിട്ടുണ്ടാക്കിയ നമ്മുടെ മോക്ക് ടെസ്റ്റ് ഉണ്ട്. അതിന്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്. നിങ്ങൾ പരീക്ഷ എഴുതുന്ന പോലെ അതേ രീതിയിൽ നിങ്ങൾക്ക് അത് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അപ്പൊ നിങ്ങൾ എവിടെ വരെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ എത്തി നിൽക്കുന്നത് എന്നുള്ളൊരു കൃത്യമായ ധാരണ നിങ്ങൾക്ക് നല്ല വ്യക്തമായി കിട്ടും ഇങ്ങനെയുള്ള മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നുണ്ട്. അപ്പൊ കൂടുതലൊന്നും പറയില്ല മക്കളെ, പോവാം. അടുത്ത ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 2022 ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, the FPCL bond angles in the most stable structure of P3Cl2 are close to. ഓക്കെ, PC3L2 എന്ന് പറഞ്ഞാൽ അത് എന്ത് ഫോമിലാണെന്ന് പറഞ്ഞാൽ എന്താണ് AB5 എന്ന് പറഞ്ഞ രീതിയിലാണ്. എന്ന് പറഞ്ഞാൽ ഈ PF3Cl2 കാണുമ്പോൾ എന്റെ മനസ്സിൽ ഓർമ്മ വരുന്ന PC5 മക്കൾക്കും അത് ഓർമ്മ വേണം. എന്ന് പറഞ്ഞാൽ ആക്സിയൽ ബോണ്ടും ഇക്വിറ്റോറിയൽ ബോണ്ടും ഒക്കെ കൂടെ വരുന്ന സാധനം. അപ്പൊ PF3Cl2ന്റെ സ്ട്രക്ചർ വരക്കണം എന്നാൽ അവർ പിന്നെ അത് പ്രത്യേകം മനുഷ്യരിട്ടുണ്ട്. മോസ്റ്റ് സ്റ്റേബിൾ സ്ട്രക്ചറിലെ FPCl ബോണ്ട് ആംഗിൾസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ സ്ട്രക്ചർ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് നമുക്കറിയാം, ഈ ഒരു സ്ട്രക്ചർ ഇങ്ങനെ രണ്ടും ഇതിനകത്ത് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടോ ഇലക്ട്രോനെഗറ്റീവ് ആയിട്ട് നമുക്കൊരു തോന്നൽ തോന്നും. ഇതാണ്ട് ഇവിടെ 2 CL അല്ലേ ഉള്ളൂ, ഇവിടെ 2 CL അങ്ങോട്ട് ഇത് ചെയ്തിട്ട് ബാക്കി ഇവിടെ എഫിനെ അങ്ങ് ഇടാം. നമുക്ക് അത് തെറ്റാണ്. കാരണം നമ്മൾ ഇതിന്റെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു റൂളാണ്. എന്ത് റൂളാണ്? ബ്രെഡ്സ് റൂൾ. എന്റെ മക്കൾക്ക് എല്ലാം അറിയാലോ ബ്രെഡ്സ് റൂൾ എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ആറ്റം എവിടെ പോയിരിക്കും? അതിന്റെ ആക്സിയൽ ബോണ്ടിൽ പോയിരിക്കും. പിന്നെ ഇക്വിറ്റോറിയൽ ബോണ്ടിലെ പിന്നെ അങ്ങോട്ടുള്ളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അങ്ങനെ പറയുമ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എവിടെ എഫ് അല്ലേ വരുന്നത്, ഇവിടെ എഫ് അല്ലേ വരുന്നത്, ഇവിടെ ഒരു എഫിനെ ഇടാം, ഇവിടെ 2 CLനെ ഇടും. അപ്പോ നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഇവിടത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രിയും ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 120 ഡിഗ്രിയും അല്ലേ മക്കളെ? ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 90, മറ്റേ ആംഗിൾ 120 ഡിഗ്രി ആണെന്ന് മക്കൾക്ക് എഴുതാലോ. അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ ക്ലിയർ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടാം? ഓപ്ഷൻ എ അല്ലേ മക്കളെ കറക്റ്റ്? 90 120 ആംഗിൾ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ചാടാലോ. അടുത്ത ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചേണ്ട ഒരു കാര്യമാണ്. ഒരു ഡയമർ ആണ് തന്നേക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. The correct statement about the bond angles and bond length in Al2Cl6. അപ്പൊ നിങ്ങൾ ഇവിടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സൂക്ഷിച്ചിരിക്കുക. ഈ തന്നേക്കുന്ന ഡയമർ ആണ് Al2Cl6 എന്ന് പറഞ്ഞ ഒരു ഡയമർ ആണ് തന്നേക്കുന്നത്. അപ്പോ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം ഇതിന്റെ സ്ട്രക്ചർ വളരെ കൃത്യമായി നിങ്ങൾ വരയ്ക്കാം. അപ്പൊ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ നമുക്ക് വരയ്ക്കാം. ഇവിടെ അലൂമിനിയം വെക്കുക, ബ്രിഡ്ജഡ് ആയിട്ട് ക്ലോറിൻ വരും, ഇവിടെ CL. ഇവിടെ ഈ T എന്ന് പറഞ്ഞേക്കുന്ന ഇവർ പറഞ്ഞിട്ടുണ്ട് ടെർമിനലും, B എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിങ്ങും ആണ്. ബ്രിഡ്ജിങ്. അപ്പൊ നമുക്ക് ഇവിടത്തെ അറിയാം ഈ ഒരു ആംഗിൾ എന്ന് പറഞ്ഞാൽ 113 ഡിഗ്രി. ഇത് ഡയറക്റ്റ് ആൻസർ പി ബ്ലോക്കിനകത്തുണ്ട്. മക്കള് എന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എൻ്റെ കൂടെ തന്നെ ആ ക്വസ്റ്റ്യൻ ടെസ്റ്റ് എടുത്ത് വന്നിട്ട് ജസ്റ്റ് നോക്കണം. ഇത് ഡയറക്റ്റ് എൻസിആർടിയിലുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് പടം വരയ്ക്കാനും ഒരു സമയം എടുക്കും, നമ്മുടെ ബോണ്ട് ആംഗിൾ നോക്കാനും ബോണ്ട് ലെങ്ത് നോക്കാനും ഒരു സമയം എടുക്കും. അല്ലാതെ ഒരു തരത്തിലും സമയം പോകുന്ന ഇതല്ല മക്കൾ. അത് എൻ്റെ കൂടെ തന്നെ നോക്കും. ഓക്കെ, അപ്പോ ഇവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ 79 ഡിഗ്രി. ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ 101 ഡിഗ്രിയുമാണ്. പിന്നെ ഈ Al2 എന്ന് പറഞ്ഞാൽ ബ്രിഡ്ജിനകത്തുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ 206 പൈക്കോമീറ്ററും. പിന്നെ ഈ ടെർമിനസ് ടു ഇതിനകത്തുള്ള ടെർമിനസ് ടു ഇതിനകത്തുള്ള ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ 206 പൈക്കോമീറ്ററും. ഇനി ബ്രിഡ്ജിനകത്തുള്ള ക്ലോറിനായിട്ടുള്ള അലൂമിനിയം ഉള്ള ബോണ്ട് ലെങ്ത് എന്ന് പറഞ്ഞാൽ 221 പൈക്കോമീറ്റർ. അപ്പൊ നമ്മൾ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ഇതെന്താ പറഞ്ഞേക്കുന്നത്? ക്ലോറിൻ ടെർമിനൽ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ അല്ലേ, ഈ ആംഗിൾ അല്ലേ ഈ ബ്രിഡ്ജിനകത്ത് വരുന്ന ആംഗിളിനൊക്കെ കൂടുതൽ. ബ്രിഡ്ജിനകത്ത് വരുന്ന ആംഗിൾ എത്ര? 101 അല്ലേ? 101 വലുത് 113 അല്ലേ? അപ്പൊ ഈ ഒരു കാര്യം കറക്റ്റ് ആണല്ലോ. അടുത്ത് ഇത് നോക്ക്,
അടുത്ത് നോക്കുമ്പോൾ അവർ പറഞ്ഞ ബോണ്ട് ലെങ്ത് ബ്രിഡ്ജിനകത്താണ് കൂടുതൽ. Al2Cl ബോണ്ട് ലെങ്ത് Al2Cl എന്ന് പറഞ്ഞാൽ ടെർമിനസിലുള്ള CL കണ്ട് ബോണ്ട് ലെങ്ത് കൂടുതൽ ബ്രിഡ്ജിനകത്ത് വരുന്നതിനകത്തല്ലേ? അല്ല, അത് കറക്റ്റ് അല്ലേ പറഞ്ഞേക്കുന്നത്? 221 പൈക്കോമീറ്റർ എന്ന് പറഞ്ഞാൽ ശരിയല്ല. മറ്റേ 206 മറ്റേത് നോക്കുമ്പോൾ ഈ 113 101 അല്ലേ? അപ്പൊ നമുക്ക് ഓപ്ഷൻ എ ചാടി മാർക്ക് ചെയ്തിട്ട് പോയാലോ? നിങ്ങൾ ബാക്കിയുള്ള ഓപ്ഷൻസ് കൂടെ വായിച്ചു നോക്കിക്കോ. ഓപ്ഷൻ എ ആണ് ക്ലിയർ ആയിട്ടുള്ളത് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അതും പി ബ്ലോക്ക് ആണ് മക്കളെ. among CH3Cl3 and CH3 twice Cl2 and CH3 thrice SiCl, which one is used to synthesize straight chain linear and which one is used to prepare branched chain എന്ന് പറഞ്ഞാൽ ക്രോസ് ലിങ്ക്ഡ് സിലിക്കൺ പോളിമർ. അങ്ങനെ ഈ CH3SiCl3 എന്ന് കാണുമ്പോൾ നമുക്ക് ഇതറിയാം, R3SiCl3 മക്കളെ സോറി, ഇത് RSiCl3 എന്ന് പറഞ്ഞ ഫോമിലാണ്. ഇത് R2SiCl2 എന്ന് പറഞ്ഞ ഫോമിലാണ്. ഇത് R3SiCl എന്ന് പറഞ്ഞ ഫോമിലാണ്. അപ്പൊ നമ്മൾ NCERT പഠിക്കുന്ന പിള്ളേരാണ്ട് നമുക്ക് ഒരു കാര്യം അറിയാം, R2SiCl2 ആണ് എന്ത് സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള പോളിമറിനെ ഉണ്ടാക്കാൻ സിന്തസൈസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത്. അതേപോലെ തന്നെ RSiCl3 ആണ് നമ്മളെ എന്തിനെ ക്രോസ് ലിങ്ക്ഡ് ആയിട്ടുള്ള സിലിക്കോൺ പോളിമർ ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ക്രോസ് ലിങ്ക്ഡ് പോളിമർ ഉണ്ടാക്കാൻ സഹായിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിനകത്തോട്ട് 3 വെള്ളം അങ്ങോട്ട് ഒഴിക്കുക, 3 വാട്ടർ അങ്ങോട്ട് ഒഴിക്കുക, 3 വാട്ടർ അങ്ങോട്ട് ഒഴിച്ച് കഴിയുമ്പോൾ ഇതെന്ത് സംഭവിക്കും? RSiOH ത്രൈസ് ആവത്തില്ലേ? ഈ RSiOH ത്രൈസിനെ പോളിമറൈസേഷൻ ചെയ്യുമ്പോൾ അത് ക്രോസ് ലിങ്ക്ഡ് പോളിമർ ആവും. അറിയാലോ നമുക്ക്, ഇത് ഡയറക്റ്റ് NCERT ആണല്ലോ. അപ്പൊ ഈ R2SiCl2 എന്ന് പറഞ്ഞാൽ അപ്പൊ സ്ട്രെയിറ്റ് ചെയിൻ ഉണ്ടാക്കാൻ പോകുന്ന R2SiCl2 ഏതാ? CH3 twice SiCl2 അല്ലേ? അതേപോലെ തന്നെ ക്രോസ് ലിങ്ക്ഡ് വരുമ്പോൾ അതിനകത്തുള്ള ഏതാ? CH3 SiCl3 അല്ലേ? R എന്ന് പറഞ്ഞാൽ ഇത് RSiCl3 എന്ന് പറയുന്ന ഫോമില്. ഓപ്ഷൻ എ അല്ലേ ഉത്തരം? ഓപ്ഷൻ എ അല്ലേ ഉത്തരം? ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാലോ മക്കളെ? സെറ്റ് അല്ലേ? ഓക്കെ. അപ്പൊ 4ാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ കേട്ടോ. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് എ കോംപ്ലക്സ് ഓഫ് ഡൈവാലന്റ് അയോൺ വിത്ത് അറ്റോമിക് നമ്പർ 25 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായല്ലോ. 25 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി മാംഗനീസ് ആണ് നമ്മുടെ മെറ്റൽ എന്ന് മനസ്സിലായി. അപ്പൊ ഡൈവാലൻ എന്ന് പറയുമ്പോൾ ഇത് Mn+2 എന്ന് പറയുമ്പോൾ ഇത് 3d5 ആയിരുന്നു. Mn+2 എന്ന് പറയുമ്പോൾ ഇത് 3d5 ആയി. ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഇൻകറക്റ്റ് ആണ് നമുക്ക് ക്യാച്ച് ചെയ്യേണ്ടത്, കറക്റ്റ് അല്ല, ഇൻകറക്റ്റ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ നമുക്ക് ഈ ഓപ്ഷൻസ് ഓരോന്നും വായിച്ചു മക്കളെ. ബോർ മാഗ്നറ്റോൺ എന്താണ്? മാഗ്നറ്റിക് മൂവ്മെന്റിന്റെ യൂണിറ്റ് അല്ലേ? മാഗ്നറ്റിക് മൂവ്മെന്റ് അനുസരിച്ച് ഇത് ചെയ്തിട്ടാണ്. ഇനി D5 ടെട്രാഹെഡ്രൽ കോംപ്ലക്സിലെ മാഗ്നറ്റിക് മൂവ്മെന്റ്. ടെട്രാഹെഡ്രലിലെ വീക്ക് ലിഗാൻഡും ടെട്രാഹെഡ്രൽ ഉണ്ട്. വീക്ക് ലിഗാൻഡും ടെട്രാഹെഡ്രൽ ലിഗാൻഡും വീക്ക് ലിഗാൻഡും ടെട്രാഹെഡ്രലുമാണെങ്കിൽ അതിന്റെ ജോമെട്രി D5 ആവുമ്പോൾ എങ്ങനെ വരും? D5 ആവുമ്പോൾ വീക്ക് ഇതാവുമ്പോൾ ടെട്രാഹെഡ്രൽ. അപ്പൊ EG2 T2G3 എന്ന് വരും അല്ലേ? വീക്ക് ലിഗാൻഡാണ്, ടെട്രാഹെഡ്രലാണ്. അപ്പൊ ഇതിനകത്ത് 5 അൺപെയർഡ് ഇലക്ട്രോൺ ഇല്ലേ? അപ്പൊ എന്തായാലും ഇതിന്റെ റൂട്ട് 5 × 7 എന്ന് പറയുന്നത് ഈ 1.73 ഈക്വൽ അല്ലല്ലോ. അപ്പൊ ഇതല്ല ഉത്തരം എന്ന് മനസ്സിലായി. ഇത് ഉത്തരവല്ലെന്ന് മനസ്സിലായി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. വീക്ക് ലിഗാൻഡ് ടെട്രാഹെഡ്രലിന്റെ ഇത് നോക്കുമ്പോ അപ്പൊ ഇത് 5.57 എന്ന് പറഞ്ഞാൽ അത് ഏകദേശം ഒരു 5.92 വരുമല്ലോ. അത് പക്ഷെ 1.73 അടുത്തല്ലല്ലോ വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റ് എന്ന് മനസ്സിലായി. എന്ന് പറഞ്ഞാൽ വീക്ക് ലിഗാൻഡ് തന്നെ ടെട്രാഹെഡ്രലിൽ വരുമ്പോൾ 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ 5 എന്ന് പറഞ്ഞാൽ റൂട്ട് N × N+2 വെച്ചിട്ടാണ് നമ്മള് മാഗ്നറ്റിക് മൂവ്മെന്റ് കണ്ടുപിടിക്കുന്നത്. ആ മാഗ്നറ്റിക് മൂവ്മെന്റ് ഇങ്ങനെ കണ്ടുപിടിച്ചപ്പോൾ ഇതിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 1.73 അടുത്ത് വരുന്നില്ല, പക്ഷെ 5.92 ആണ് വരുന്നതെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഈ D5 തന്നെ അപ്പോഴേ നമുക്ക് ഉത്തരം കിട്ടി, ഇൻകറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ കിട്ടി, ഓപ്ഷൻ എ ആണ്. എന്നാലും നമുക്ക് ബാക്കിയുള്ള ഓപ്ഷനും കൂടെ നോക്കാം. ബാക്കിയുള്ള ഓപ്ഷൻ ഇതപ്പോ കറക്റ്റ് മൂവ്മെന്റ് ആണ്. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ഒക്ടാഹെഡ്രലും വന്നാൽ ഇത് ഇവിടെ തന്നെ പോകത്തില്ലേ? T2G5 തന്നെ വരത്തില്ലേ? EG0. അപ്പൊ നോക്കി എങ്ങനെ ഇതിങ്ങനല്ലേ വരുന്നുള്ളൂ. 1 2 3 4 5. അപ്പൊ 1 2 3 4 ഇവൻ അങ്ങോട്ട് പെയർ ചെയ്യത്തില്ലേ? ഇനി എങ്ങോട്ട് പെയർ ചെയ്യത്തില്ലേ?
സോറി മക്കളെ, ഞാൻ വരച്ചു ഡി ഓർബിറ്റിലായി വരച്ചു, T2G ആയില്ല വരച്ചത്, T2G അല്ല, സോറി അത് എന്റെ മിസ്റ്റേക്ക് ആണ് മക്കളെ. T2G എന്ന് വരുമ്പോ ഇതിങ്ങനല്ലേ വരുന്നത്, 3 എണ്ണം അല്ലേ വരുന്നത്. അപ്പൊ എന്ത് ചെയ്യും, 5 എണ്ണം വരുമ്പോ ഒരു അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, 1 അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, 1 അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ. 1 അൺപെയർഡ് ഇലക്ട്രോൺ എന്ന് പറയുമ്പോൾ അത് √3 1.73 അല്ലേ വരണ്ടേ അല്ലേ. അപ്പൊ ഇത് പറഞ്ഞേക്കുന്നത് ഇത് കറക്റ്റ് അല്ലേ. ഇനി നമുക്ക് ഏത് നോക്കണ്ടേ, ഇനി നമുക്ക് നോക്കണ്ടേ വീക്ക് ഫീൽഡ് ലിഗാൻഡ്, ഒക്ടാഗട്ടല് വീക്ക് ഫീൽഡ് ലിഗാൻഡ്. അപ്പൊ അത് നോക്കുമ്പോ T2G3 EG2 അല്ലേ വരുന്നത് D5 ആവുമ്പോ അല്ലേ. അവിടുത്തെ എത്ര 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്, 5 അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. അപ്പൊ ഇത് എത്ര 5 × 7 ഏകദേശം 5.92 വരും. അപ്പൊ ഇതും ശരി. അപ്പൊ ഇത് മാത്രമല്ല ഇതിനകത്ത് തെറ്റായിട്ടുള്ളൂ, ഓപ്ഷൻ എ ആണല്ലോ നമ്മുടെ ഉത്തരം അല്ലേ. 5ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ മക്കളെ. ഓക്കെ, ഇത് ഈ ഒരു ക്വസ്റ്റ്യനകത്ത് പറഞ്ഞാൽ ഞങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കാം, NaCO4 ഇസ് ഡയാമാഗ്നറ്റിക് ബിക്കോസ്. അപ്പോ ഈ ഒരു ഓപ്ഷൻ വായിച്ചു നോക്കാം, നമുക്ക് രണ്ട് ഓപ്ഷൻസ് കറക്റ്റ് ആണ് ശരിക്കും ഇതിനകത്ത്. പക്ഷെ നമ്മുടെ ഒഫീഷ്യൽ ആൻസർ കെ പ്രകാരം ഇവർ ഓരോ ഓപ്ഷനെ കറക്റ്റ് ആയിട്ട് പറഞ്ഞുള്ളൂ. ഇതൊരു കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ 2 ഓപ്ഷൻ കറക്റ്റ് ആണ്, ഞാൻ രണ്ടും പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ NaCO4 എന്ന് പറഞ്ഞ ഒരു ന്യൂട്രൽ സ്പീഷ്യസ് ആണ് നമുക്ക് അറിയാലോ. NaCO4 എന്ന് പറഞ്ഞാൽ Naക്ക് ചാർജ് ഒന്നുമില്ല ഇതിനകത്ത്, Naക്ക് ചാർജ് ഒന്നുമില്ല. നിക്കൽ ഇതേതാ ചാർജ് എത്രയാണ് അറ്റോമിക് നമ്പർ, നമ്മൾ ട്രിക്ക് ഉപയോഗിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ 2024 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞ ട്രാൻസ്മിഷൻ മെറ്റല് ഫസ്റ്റ് അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നില്ലെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, അത് വെച്ചിട്ട് നിക്കലിന്റെ അറ്റോമിക് നമ്പർ പറഞ്ഞ സ്കൂൾ ടൈമിൽ വിക്രമൻ ഫീസ് കൊടുക്കാൻ നിൽക്കുന്ന സീൻ. ഓക്കെ അല്ലേ. അപ്പൊ നിക്കല് നോക്കാം, നിക്കല് 21, 22, 23, 24, 25, 26, 27, 28 അല്ലേ നിക്കല്. അങ്ങനെ പറയുമ്പോ 4:3D8 അല്ലേ. ഓക്കെ, അപ്പൊ ഇങ്ങനെ തന്നെയല്ലേ ഇരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് NaCO4 ഡയാമാഗ്നറ്റിക് ആണെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും അത് മറ്റേ 5 ഓർബിറ്റിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതെന്താണ്, ഫുൾ പേഡാണ്. അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. D ഓർബിറ്റൽസ് 3D ഓർബിറ്റൽസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയതുകൊണ്ടാണ് എന്ത് ഡയാമാഗ്നറ്റിക് ആണെന്ന് പറയും. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. സ്ക്വയർ പ്ലൈനർ കോംപ്ലക്സ് ആണോ, അല്ല മക്കളെ. അത് സ്ക്വയർ പ്ലൈനർ കോംപ്ലക്സ് ആയെന്ന് പറഞ്ഞിട്ട് അതിന് ഡയാമാഗ്നറ്റിക് ആവുന്നതിന് എന്തോ കാരണം. അപ്പൊ ഈ ഇതും തെറ്റ. പിന്നെ CO ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ ഫുള്ളി പേഡ് ആവാൻ കാര്യം എന്ന് പറയുന്നുണ്ട്. ഈ ഓപ്ഷനും കറക്റ്റ് ആണ്. സിനർജറ്റിക് ബോണ്ട് ആയിട്ടുള്ള ഡയമഗ്നറ്റിക്കിനകത്ത് അതൊന്നും എഫക്ട് ഇല്ല. അപ്പൊ ഈ ഒരു കാര്യം CO ഒരു സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയതുകൊണ്ടാണ് എന്തിനാ ഇത് ഫുള്ളി ഫിൽഡ് ആവാൻ കാര്യം. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ കറക്റ്റ് ആണ്. പക്ഷെ ഒഫീഷ്യൽ ആൻസർ പ്രകാരം ഈ ഒരു ഓപ്ഷൻ ആണ് കറക്റ്റ് എന്ന് പറഞ്ഞേക്കുന്നത്. ഇതും കറക്റ്റ് ആണ്. ഓക്കെ, A and C ആർ ബോത്ത് കറക്റ്റ്, but in official answer key only option A is correct. മക്കളെ നോക്കിക്കോണേ, എയും സിയും കറക്റ്റ് ആയത് കോൺട്രവേഴ്സി ക്വസ്റ്റിനെ മിക്കവാറും ക്വസ്റ്റ്യൻ ഇവരെ ക്യാൻസൽ ചെയ്ത് കാണും, അല്ലെങ്കിൽ ഇവർ രണ്ടുപേർക്കും മാർക്ക് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് ആറാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. The correct order of the relative energies of the following Sohor's conformation. ഈ തന്നേക്കുന്ന Sohor's conformation അല്ലേ. ഈ ക്വസ്റ്റ്യനകത്ത് ഒരു ട്രിക്ക് ഉണ്ട്. ഇവർ ചോദിച്ചേക്കുന്ന റിലേറ്റീവ് എനർജിയാണ്. നിങ്ങൾക്ക് ഈ Sohor's എന്ന് പറയുമ്പോൾ സ്റ്റാഗേർഡ് എക്ലിപ്സ് പറയാം, സ്റ്റാഗേർഡ് ആണ് മോസ്റ്റ് സ്റ്റേബിൾ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്റ്റെബിലിറ്റിയുടെ ബേസിൽ ഇതിനകത്തുള്ള സ്റ്റാഗേർഡ് കൺഫർമേഷന്റെ ഓർഡർ അല്ല എഴുതി വെക്കുന്നത്, റിലേറ്റീവ് എനർജി എന്നാണ് ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റെബിലിറ്റി കൂടുന്നുണ്ടോ എനർജി കുറയും, അങ്ങനെയാണ് ഇതിൽ. അപ്പൊ ഈ സോഹോഴ്സിനകത്തെ എന്താണ്, മോസ്റ്റ് സ്റ്റാഗേർഡും ഉണ്ട് എക്ലിപ്സ്ഡും ഉണ്ട്. അപ്പൊ അതിനകത്തെ മോസ്റ്റ് സ്റ്റേബിൾ ഏതാ, മോസ്റ്റ് സ്റ്റേബിൾ. ഇവൻ എന്താ, ലീസ്റ്റ് സ്റ്റേബിൾ. ഇവൻ എന്തായിരിക്കും, ഹൈ എനർജി ആയിരിക്കും. ഇവൻ എന്താ, മോസ്റ്റ് സ്റ്റേബിൾ ആയതുകൊണ്ട് ലോ എനർജി ആയിരിക്കും, എനർജി ലോ ആയിരിക്കും. ഓക്കെ അല്ലേ. ഓക്കെ ആണ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഈ ഓപ്ഷൻസ് ഈ 4 മോളിക്യൂളിനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുമല്ലോ.
ഇവിടെ നോക്ക്, ഇവിടെ CH3 മേളിലും ഇവിടെ ഈ ഒരു CH3 താഴെയുമാണ്. ഈ ഒരു CH3 മുകളിലും ഈ ഒരു CH3 താഴെയുമാണ്. അപ്പൊ ഇതെന്താണ്? ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കും. ആദ്യത്തെ എന്തായാലും ഇത് സ്റ്റാഗേർഡ് ആണ്, ഇത് സ്റ്റാഗേർഡ് ആണ്. ഓക്കെ, ഇനി നമുക്ക് നാലാമത്തെ നോക്കാം. നാലാമത്തെ നോക്കുമ്പോൾ ഇവിടെ CH3 ഇവിടെ H ആണ്. അപ്പൊ ഇത് എന്തായാലും നമുക്ക് മനസ്സിലായി ഇതിന് നേരെ ഉൾട്ടായിട്ടുള്ള സാധനമാണ്. ഉൾട്ടായിട്ടുള്ള സാധനമായതുകൊണ്ട് നമുക്ക് ഉറപ്പായിട്ട് മനസ്സിലാക്കാം ഇത് സ്റ്റാഗേർഡ് ആണെങ്കിൽ ഇവൻ എക്ലിപ്സ്ഡ് ആണ്. അപ്പോഴേ നമുക്ക് ഒരു ഓപ്ഷനിലേക്ക് എത്താം. ഒന്നാണ് ഏറ്റവും റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ ലോ എനർജി ആയിരിക്കും. ഇവിടെ ഇവന് മോർ എനർജി ആയിരിക്കും, ഇവന് എക്ലിപ്സ്ഡ് ആയതുകൊണ്ട് ഇവന് ലോ എനർജിയും ആയിരിക്കും സ്റ്റാഗേർഡ് ആയതുകൊണ്ട്. ഓക്കെ അല്ലേ മക്കളെ? ലോ എനർജി ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെയാണ് ലീസ്റ്റ് എനർജി ഉള്ളത്. അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റാ, ഈ ഓപ്ഷനും കറക്റ്റാ, ഇത് തെറ്റാന്ന് മനസ്സിലായി. പക്ഷെ നാലാമത്തേനായിരിക്കും ഏറ്റവും കൂടുതൽ. നാലാമത്തേന് ഓപ്ഷൻ വരുമ്പോൾ ഈ ഒരു ഓപ്ഷനും കൂടെ നമുക്ക് എട്ടുകളാം. എലിമിനേഷൻ മെത്തേഡ് ഞാൻ പല വീഡിയോകളിലായിട്ടും പറയും. ഓക്കെ, അപ്പൊ ഇനി 3ഉം 2ഉം വെച്ചാണ് നമ്മുടെ കളി. 3ഉം 2ഉം മക്കളെ സെയിം തന്നെയല്ലേ? ഇവിടെ ഇവിടെ വെച്ചിരിക്കുന്നു, ഇവിടെ വെച്ചിരിക്കുന്നു. അതുപോലെ ഇവിടെയും വന്നേക്കുന്നു, ഇവിടെ വന്നേക്കുന്നു. സെയിം ഈ CH3 ഇവിടെ വന്നേക്കുന്നു, ഈ CH3 ഇവിടെ വന്നേക്കുന്നു. സെയിം. ഇത് ഗോഷ് എന്ന് പറയുന്ന കൺഫർമേഷൻ ആണ് മക്കളെ. സെയിം സാധനമാണ്, രണ്ടും സെയിം ആണ്, ഒരു വ്യത്യാസം. ഈ H ഇവിടെ ഇത് ചെയ്തേക്കുന്നു, അതുപോലെ ഈ CH3 ഇത് ചെയ്തു. തിരിച്ചു അങ്ങോട്ട് മറിച്ച് കിട്ടുന്നുള്ളൂ. 3ഉം 2ഉം സെയിം കോൺഫിഗറേഷൻ ആണ്. തൽഫലമായിട്ട് അതിന്റെ എനർജിയും സെയിം ആയിരിക്കും. അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. നമുക്ക് എഴുതാലോ. ഇനി ഓപ്ഷൻ 7ലേക്ക് പോകാം. ഓക്കെ, ഇനി ഓപ്ഷൻ 7ലേക്ക് പോകുമ്പോൾ നമുക്ക് പറയുന്ന കാര്യം എന്താണ്? ഓപ്ഷൻ 7ലേക്ക് പോകുമ്പോൾ ഹാലോ ആൽക്കീൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്നാണ്. എമംഗ് ദ ഹാലോ ആൽക്കീൻ ഷോൺ ബിലോ കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി ഫോർ ദ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഓഫ് NaOH. NaOHന്റെ ഇത് NaOHന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ കറക്റ്റ് ഓർഡർ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ NaOH വന്ന് ഇത് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയും. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് അല്ലേ മക്കളെ വരണം. ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയണമെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ പിടിച്ച് വലിക്കുമ്പോൾ ഇലക്ട്രോൺ ഡെൻസിറ്റി കുറയത്തില്ലേ? അപ്പൊ ഇവിടുത്തെ നോക്ക്, ഇവിടുത്തെ OCH3 ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്ലസ് എം എഫക്റ്റും ഉണ്ട്, -I എഫക്റ്റും ഉണ്ട്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഇവനായിരിക്കും ഏറ്റവും കുറവ് കറക്റ്റ് ഓർഡർ ഓഫ് റിയാക്ടിവിറ്റിയിൽ ഇവനായിരിക്കും ഏറ്റവും ബുദ്ധിമുട്ട് അങ്ങോട്ട് പോകാൻ. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി എ ആണ്. ബാക്കി ഒന്നിനും 4. ഏറ്റവും ലീസ്റ്റ് ഇവൻ ഈ കൂട്ടുന്ന ഓപ്ഷനിൽ വേണം പറയും. അപ്പൊ ഇവിടെ ഈ 2 കേസിലും NO2 ആണ്. അതിന് -I എഫക്റ്റ് ഉണ്ട്. പക്ഷെ ഇവൻ പാരയിലായതുകൊണ്ട് ഇവൻ എന്തായാലും റിയാക്ടിവിറ്റി മേജർ പ്രോഡക്റ്റ് ഇവനായിരിക്കും. കാരണം റിയാക്ടിവിറ്റി എപ്പോഴും പാരയിലായിരിക്കും കൂടുതൽ. മെറ്റാ പൊസിഷനിലേക്കാളും പാര പൊസിഷനിലായിരിക്കും കൂടുതൽ. അപ്പൊ എന്തായാലും 2 ആണ് കറക്റ്റ് ഉത്തരം എന്ന് എഴുതല്ലോ. അപ്പൊ 2 കഴിഞ്ഞിട്ട് 3 ഇവനായിരിക്കും 2 ആണ് ഏറ്റവും കൂടുതൽ എന്ന് പറയാം. അപ്പൊ നമുക്ക് ഈ ഓപ്ഷൻ 1 മാർക്ക് ചെയ്യാം. ഇതിനും കമ്പാരിറ്റീവ്ലി സെയിം ആയിരിക്കും. ഇതിന്റെ എന്താണ് പറയുന്നത്, ഒരു ഓർഡർ ഓഫ് റിയാക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ആയിരിക്കും. കാരണം ഇത് മെറ്റാ പൊസിഷൻ ആയതുകൊണ്ട് വലുതായിട്ട് അത്രയും ഇതിന്റെ മൈനസ് എഫക്ട് അത്രയും സിഗ്നിഫിക്കന്റ് ആയിരിക്കത്തില്ല. ലൈക്ക് പാരയിലുള്ള പോലെ അത്ര സിഗ്നിഫിക്കന്റ് ആയിരിക്കും. അപ്പൊ കമ്പാരിറ്റീവ്ലി നമുക്ക് പറയാം ഈ 1ഉം 3ഉം കമ്പാരിറ്റീവ്ലി എന്താണ് ഇതിന് NO2 മക്കളെ NO2 -I -M എഫക്ട് ആണ്. അപ്പൊ കമ്പാരിറ്റീവ്ലി ഇത് രണ്ടും സെയിം ആയിരിക്കും എന്ന് നമുക്ക് പറയാം. അങ്ങനെ ഓപ്ഷൻ എ 1 മാർക്ക് ചെയ്യാലോ. ഇനി ക്വസ്റ്റ്യൻ 8ലേക്ക് പോകും. ക്വസ്റ്റ്യൻ 8 നിങ്ങൾ വളരെ വ്യക്തമായിട്ട് കേട്ടോണേ. നമുക്ക് ആദ്യം കൺസിഡർ ദ ഫോളോയിങ് റിയാക്ഷൻ സീക്വൻസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതിനകത്ത് Pയും Qയും Rഉം Sഉം ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഓപ്ഷൻ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് പറയുന്നത്. ഇതൊരു ഇച്ചിരി ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എൻ്റെ കൂടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണല്ലോ തന്നിരിക്കുന്നത്. അപ്പോ ഇവിടെ CH3 ഇതിനെ പല്ലേഡിയം ബേരിയം സൾഫേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നമുക്കറിയാം മെയിൻ റിയാക്ഷൻ ആണ് റോസൻമുണ്ട് റിയാക്ഷൻ അല്ലേ? ആണല്ലോ. അപ്പൊ നമുക്ക് ഇവനെ എങ്ങനെ കിട്ടും? ഇവിടെ ഒരു H കൂടെ വരും, CH3 H കൂടെ വരും. ഇനി ഇവനെ MEMGBRുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? ഇവിടെ വാട്ടർ അഡീഷൻ എന്നുള്ള രീതിയിൽ ഇവിടെ OH വാട്ടർ അഡീഷൻ അല്ല, ഇവിടെ ഒരു സാധനം വരും. ഇവൻ ഇങ്ങോട്ട് പോയിട്ട് ഇത് ചെയ്യും. OHഉം വാട്ടർ അഡീഷൻ അല്ല കേട്ടോ മക്കളെ, സിനോലേറ്റ് ഫോം ചെയ്യും. ഇനോലേറ്റ് പോയിട്ട് ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. Hഉം CH3 വന്നില്ലേ? ഇനി ഇതാണ് നമ്മുടെ P, ഇതാണ് നമ്മുടെ Q. ഈ Qവിനെ നമ്മൾ CrO3 വെച്ച് ഇത് ചെയ്യുമ്പോൾ ഇവിടെ കീറ്റോണിന്റെ ഫോർമേഷൻ ഉണ്ടാകും.
അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ HgCl എന്ന് ഇതും അടുത്ത നെയിംഡ് റിയാക്ഷൻ ക്ലെമൻസൺ റിഡക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോപ്പറായിട്ടുള്ള ബ്യൂട്ടൈൻ കിട്ടില്ലേ? ബ്യൂട്ടൈൻ കിട്ടില്ലേ? ഇതാണല്ലോ R, ഇതാണല്ലോ Z, RS എഴുതാം. ഇത് PA എടുത്തിരിക്കുന്നുള്ള അല്ലെ, ഇത് PA, ഇത് Q, ഇത് R, ഇത് S. ഓക്കെ, അപ്പൊ നമുക്കിനി ഓപ്ഷൻ വായിച്ചു നോക്കാം. P and R ക്യാൻ ഫോം അഡീഷൻ പ്രോഡക്റ്റ് വിത്ത് HCN. ശരിയാണ്. പിയും ആറും എന്തായാലും അഡീഷൻ പ്രോഡക്റ്റ് HCN വെച്ച് ഇത് ചെയ്യുമ്പോൾ അഡീഷൻ പ്രോഡക്റ്റ് തരാമല്ലോ. അപ്പൊ ഈ ഓപ്ഷൻ കറക്റ്റ് ആണ്, ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് ആണ്. അപ്പോഴേ നമുക്ക് ഈ ബിയും ഡിയും വെട്ടിക്കളയാൻ, തെറ്റാണ് മനസ്സിലായി. ഇനി ഈ പ്രോഡക്റ്റ് ക്യൂ ഹാസ് നോ കൈറൽ സെന്റർ. എന്തോ ഇവർ പറയുന്നത്? പ്രോഡക്റ്റ് ക്യൂവിനകത്ത് ഇങ്ങനെ കൈറൽ സെന്ററിലായിരിക്കുന്നത്. ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്, ഇവിടെ ഒരു ഗ്രൂപ്പ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യപ്പോഴും നമ്മൾ ഇത് തന്നെ പറഞ്ഞു. കൈറൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ CABCD 3 കാർബണിന്റെ 4 ബാലൻസ് 4 ഗ്രൂപ്പ് വെച്ചാണ് ഇത് ചെയ്യുന്നെങ്കിൽ കൈറാലിറ്റി ഉണ്ട്. ഈ നോക്കി ഇവിടെ 4 എടുത്താകുമ്പോൾ ഇതിനകത്ത് എങ്ങനെ കൈറൽ സെന്ററിലേക്ക് ഇതിനകത്ത് കൈറാലിറ്റി ഉണ്ട്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. ഇനി നമുക്ക് നോക്കാം. പ്രോഡക്റ്റ് ആർ ക്യാൻ അണ്ടർഗോ കാനിസാറോ റിയാക്ഷൻ. ഇല്ല, ഇവിടെ ആൽഫ ഹൈഡ്രജൻ കാനിസാറോ റിയാക്ഷൻ ഇത് കാണിക്കത്തില്ല, കാരണം ഒരു ആൽഫ ഹൈഡ്രജനെ കാണിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കാനിസാറോ റിയാക്ഷനും ഈ ആറ് തരത്തില്ല. എന്തായാലും കാനിസാറോ റിയാക്ഷനും തരത്തില്ല. ഈ സ്റ്റേറ്റ്മെന്റും തെറ്റാ. പ്രോഡക്റ്റ് എസ് ഇസ് സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. ശരിയാ. പ്രോഡക്റ്റ് എസിനകത്ത് ഏതെങ്കിലും ഡബിൾ ബോണ്ട് ഉണ്ടോ? അൺസാച്ചുറേറ്റഡ് ആയിട്ട് അവിടെ കാണിക്കാൻ ഏതെങ്കിലും ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഇല്ല. ആ സാച്ചുറേറ്റഡ് ഉള്ള 1, 4 അല്ലേ കറക്റ്റ് ഉത്തരം അല്ലെ? 1, 4 അല്ലേ കറക്റ്റ് ഉത്തരം? 2, 4 തെറ്റാണല്ലോ. അപ്പൊ ഈ ഓപ്ഷൻ എ അല്ലേ ഇതിന്റെ ഉത്തരം അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത് 9ാമത്തെ ചെയ്ത് നോക്കാലോ. 9ാമത്തെ ചോദ്യം കേട്ടോണം. അപ്പോ ദ മേജർ പ്രോഡക്റ്റ് ഓഫ് ദ റിയാക്ഷൻ സാലിസിലാൽഡിഹൈഡ് വിത്ത് 1 equivalent of MeMgBr followed by acid neutralization. ഓക്കെ, അപ്പൊ ഇവിടെ എല്ലാവർക്കും നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യമാണ് സാലിസിലിക് ആൽഡിഹൈഡ്. നമുക്ക് അതിന്റെ സ്ട്രക്ചർ അറിഞ്ഞില്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റത്തില്ല. ഇത് നമ്മുടെ ഫിനോളിനകത്തും ആൽഡിഹൈഡിനകത്തും അതുപോലെ തന്നെ ഫിനോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തൊക്കെ നമ്മൾ ആൽക്കഹോൾ, ഫിനോൾ ഇതെന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്തും ഈ സാലിസിലിക് ആൽഡിഹൈഡിനെ നമ്മൾ ഒരുപാട് മെൻഷൻ ചെയ്യുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഇതിന്റെ സ്ട്രക്ചർ മറന്നുപോയി എന്നുള്ള ഒരു അവസ്ഥ വരില്ല. ഒരു കാരണവശാലും അത് അങ്ങനെ വരാതിരിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ട് നിങ്ങൾ സെറ്റ് ആക്കുക. ഇതാണ് സാലിസിലിക് ആൽഡിഹൈഡ്. ഓക്കെ അല്ലേ? ഇനി ഇതിനെ MEMg വെച്ച് CH3MgBr വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ 2 കണ്ടീഷൻ ആണുള്ളത്. ഒന്നെങ്കിൽ ഈ H ഇവിടെ പോയി ഇത് ചെയ്യാം, അല്ലെങ്കിൽ ഈ CH3 ഇവിടെ വന്നിട്ട് ഇതിനൊരു ഇനോലേറ്റർ ഫോർമേഷൻ ഉണ്ടാക്കാം. പക്ഷെ ഇങ്ങനെ വരുവാണെങ്കിൽ, ഈ ഒരു രീതിയിൽ വരുവാണെങ്കിൽ അതൊരു ആസിഡ് ബേസ് റിയാക്ഷൻ ആവും. അതാണ് എളുപ്പം നടക്കുന്ന റിയാക്ഷൻ. മേജർ പ്രോഡക്റ്റ് എന്നും കൂടാണ് ചോദിച്ചത്. അപ്പൊ ആസിഡ് ബേസ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എളുപ്പം നടക്കുന്ന റിയാക്ഷൻ കൂടാണ്. ആസിഡ് റിസൾട്ട് ഇവിടെ ഒരു ഇനോലേറ്റേഷൻ ഫോം ഉണ്ടാക്കിയിട്ട് ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ആ CHO ഗ്രൂപ്പ് ഇതിനകത്ത് അവർ ക്വസ്റ്റ്യൻ അവസാനം പറഞ്ഞിട്ടുണ്ട് ആസിഡ് ന്യൂട്രലൈസേഷനും. ആസിഡ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? H+ന്റെ അഡീഷൻ. H+ന്റെ അഡീഷൻ ഈ OH ഇവിടെ പോയിട്ട് നമുക്ക് എന്തായിരുന്നു റിയാക്ടന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമ്മുടെ റിയാക്ടന്റ് സാലിസിലിക് ആൽഡിഹൈഡ് അത് തന്നെ കിട്ടത്തില്ലേ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 2 അല്ലേ? അപ്പൊ ഓപ്ഷൻ എ രണ്ടാമത്തെ മോളിക്യൂൾ അല്ലേ അത് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ അല്ലേ അതിന്റെ കറക്റ്റ് ഉത്തരം. ആ മക്കളെ, നമ്മൾ ഈ നമുക്കിപ്പോ ഇനി ഡൗട്ട് തോന്നുവാണ്, ഈ ഒരു വെയിലാണോ ഇത് പോകുന്നത് അതോ ഈ ഒരു വെയിലാണോ പോകുന്നത് നമുക്ക് ഡൗട്ട് തോന്നി. നിങ്ങളൊന്ന് ആലോചിക്കുക. നമ്മൾ ഈ വഴി പോയെന്ന് വിചാരിക്കും. ഈ വഴി പോകുമ്പോൾ ഇവിടെ ആസിഡ് ന്യൂട്രലൈസേഷന്റെ ആവശ്യം പറ്റില്ല. ഈ ആസിഡ് ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞ ഒരു ട്രിക്ക്, ഒരു ഹിന്റാണ്. ഈ വഴിയാണ് നിങ്ങൾ പോകുന്നത് എന്ന് അറിയാൻ കൂടി. ഇനി നിങ്ങൾ ഈ ഒരു കാര്യം മനസ്സിലായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ഇവിടെയും ഒരു സംശയം നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് റീഡ് ദ ക്വസ്റ്റ്യൻ ആൻഡ് ബ്രേക്ക് ദ ക്വസ്റ്റ്യൻ. യു ക്യാൻ ഈസിലി നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താം. അല്ലേ മക്കളെ? വളരെ സിമ്പിൾ അല്ലേ ഇത്? വളരെ ഒന്നുമില്ലല്ലോ. ഒരു
വളരെ സിമ്പിൾ ആയിട്ടല്ലേ അല്ലേ ഇതിന്റെ ഓപ്ഷന് ആൻസറും എ ആണ് എന്ന് പറയുന്നു. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്. ഓക്കെ, നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് കണ്ടുപിടിക്കണം ഈ കോമ്പൗണ്ടില്. നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2n അല്ലെ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്. നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ്. അപ്പൊ n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് അൺസിമെട്രിക്കൽ കാർബൺ. നമ്പർ ഓഫ് അൺസിമെട്രിക്കൽ കാർബൺ. ഇനി ഈ ഓരോ കാർബൺ എടുത്തെഴുത്. ഇവിടെ ഓരോ കാർബൺ എടുത്തെഴുതുമ്പോ CH3 OH CH ഡബിൾ ബോണ്ട് CH3. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നമുക്ക് 3 കാർബണിലാണ് എന്ത് കാണാൻ പറ്റുന്നത്? ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള 3 കാർബൺ ആണ് കാണാൻ പറ്റുന്നത്. അപ്പൊ അതിൻ്റെ ഇതായിട്ട് നമ്പർ ഓഫ് സ്റ്റീരിയോ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ 2n. ഇവിടെ 2/3 ആവും. 2 × 2 × 2 8 ആവും. ഉത്തരം 8, ഓപ്ഷൻ എ അല്ലേ. ഇനി 11ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് ചാടി പോകാമല്ലോ മക്കളെ. ഓക്കെ, ഇത് ഒരു വളരെ എന്ന് പറഞ്ഞാൽ ഇതൊരു മിക്സ് ആയിട്ടുള്ള ഇതാണ്. അതിനകത്ത് തെർമോഡൈനാമിക് കൺസെപ്റ്റും ഉണ്ട്, അതേപോലെ തന്നെ ഇക്വിലിബ്രിയം കൺസെപ്റ്റും ഉണ്ട്. ഇത് നമ്മളെ IIT ക്വസ്റ്റ്യൻസിന് IIT എക്സാമിനും നമ്മുടെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനും ഇങ്ങനെയുള്ള മിക്സിങ് പല ചോദ്യങ്ങള് മിക്സിങ് ഇങ്ങനെ വരുന്നതാണ്. പല പാഠത്തിലെ മിക്സിങ് ഇങ്ങനെ വരുന്നതാണ്. വളരെ സൂക്ഷ്മമായിട്ട് ചെയ്ത ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ വളരെ ഭീമൻ ഇതേ ഉള്ളൂ. പക്ഷെ സംഭവം ഒന്നുമില്ല, വളരെ എളുപ്പമാണ് കാര്യങ്ങള്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾ വളരെ കിടുവലിനായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, ഫോർ എ ഹോമോജീനിയസ് റിയാക്ഷൻ ഇൻവോൾവിംഗ് ഐഡിയൽ ഗ്യാസസ് ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് അറ്റ് 27 degrees Celsius are Kp ഇത്രയും Kc ഇത്രയും if the enthalpy change of the reaction is -18 kJ/mol. the internal എനർജി ചേഞ്ച് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 6 അവർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാൻ എൻതാൽപ്പി ചേഞ്ച് അല്ലേ. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ തെർമോഡൈനാമിക്സ് വെച്ച് നമുക്ക് ഒരു ഇതറിയാം. ΔG = ΔU + ΔNgRT. നമ്പർ ഓഫ് ഗ്യാസിന്റെ മോളിക്യൂൾസിന്റെ ഇത്. അപ്പോ ആ ΔNg നമുക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് Kp Kc ഒക്കെ കൂടുള്ള റിലേഷൻ നമുക്കറിയാലോ. Kp = KcRT⁻⁴ അല്ലേ. അപ്പൊ നമുക്ക് ഇവിടുന്ന് നമുക്ക് ΔNg കണ്ടുപിടിക്കാലോ. ΔNg കണ്ടുപിടിക്കുമ്പോൾ Kp/Kc എന്നൊക്കെ എഴുതുമ്പോൾ 9.98 × 10⁻27 ഡിവൈഡഡ് ബൈ 4 × 10⁻27 is equal to RT 8.314. ഇതിനെ നമ്മൾ ഈ 27 ഡിഗ്രി സെൽഷ്യസിനെ 273 വെച്ച് കൂട്ടുമ്പോൾ അത് കെൽവിനിലോട്ട് മാറും. അപ്പൊ × 300 × ΔNg. ഇത് നിങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ΔNg = 1 എന്ന് പറയുന്നത് പ്യുവർ കാൽക്കുലേഷൻ ആണ് മക്കളെ. പ്യുവർ കാൽക്കുലേഷൻ ആണ്, സാറ് ചെയ്യുന്നില്ല. അപ്പൊ പ്യുവർ കാൽക്കുലേഷൻ ആണ് നിങ്ങൾക്ക് ΔN = 1 എന്ന് കിട്ടും. ഇനി ΔN ഇക്വേഷൻ 1ലേക്ക് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ΔH = ΔU + RT എന്ന് കിട്ടും. അപ്പോൾ ഇനി നമുക്ക് ΔU അല്ല വേണ്ട, അതുകൊണ്ട് ΔH - RT എന്ന് ചെയ്ത് കഴിയുമ്പോൾ ΔH എത്രയാണ് പറഞ്ഞത്? ΔH അവർ തന്നിട്ടുണ്ട് -18.4 × -6 ചെയ്യുമ്പോൾ 8.34 × 300 ചെയ്ത് കഴിഞ്ഞാൽ 8.34 വരുമ്പോൾ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് -20.89 കിട്ടും. അതല്ലേ ഓപ്ഷൻ എ അല്ലേ? ഓപ്ഷൻ എ അതല്ലേ? കിട്ടിയല്ലോ, സെറ്റായിട്ട് കിട്ടിയല്ലോ, ഓപ്ഷൻ എ കിട്ടിയല്ലോ. ഇനി 12ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. 12ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ദ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഓഫ് ആൻ ഇലക്ട്രോൺ ഇൻ 1s ഓർബിറ്റൽ ഫോർ ആൻ ഹൈഡ്രജൻ ആറ്റം ഈസ് മാക്സിമം. അതല്ലേ ചോദ്യം അല്ലേ? പ്രോബബിലിറ്റി ഡെൻസിറ്റി. മക്കൾ ഈ പ്രോബബിലിറ്റി ഓഫ് ഡെൻസിറ്റി ഇപ്പൊ ഇതാണ് ഒരു നോക്കുക. ഈ പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടും. പ്രോബബിലിറ്റി ഡെൻസിറ്റി കൂടും ഡിസ്റ്റൻസ് കുറഞ്ഞ എന്ന് പറഞ്ഞാൽ ഈ സെന്ററിൽ നിന്ന് ആറ്റത്തിന്റെ സെന്ററിൽ നിന്ന് എത്രത്തോളം ഡിസ്റ്റൻസ് കുറഞ്ഞ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉണ്ട്. അതുപോലെ പ്രോബബിലിറ്റി ഡെൻസിറ്റി ഡിസ്റ്റൻസ് കൂടിയ എന്ത് ചെയ്യും? പ്രോബബിലിറ്റി ഡെൻസിറ്റി ഉടനെ അതിന്റെ തൽഫലമായി കുറയുകയും ചെയ്യും. അപ്പൊ ഇത് പ്രോബബിലിറ്റി ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ എവിടെ ഉണ്ടെന്ന് ചോദിച്ചാൽ ഏറ്റവും കുറവുള്ള ന്യൂക്ലിയസിൽ തന്നെ ആയിരിക്കത്തില്ലേ? ഓപ്ഷനെ ഡയറക്റ്റ് ഉത്തരം. ഇതൊക്കെ നമ്മൾ ഹൈഡ്രജൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട് മക്കളെ. പീരിയോഡിസിറ്റിക്കകത്ത് ഇതൊരു രീതിയിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്. നമ്മളെ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിലും ഇത് ഒരു പേജിൽ ഇതിങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് മക്കള്. അപ്പൊ എന്ത് ചെയ്യുക? ഇത് NCERT എടുത്തിട്ട് എന്റെ കൂടെ തന്നെ ഇന്ന് ടെസ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്യുക. ഓക്കെ,
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അതിന് നമ്മൾ ലാസ്റ്റിലേക്ക് ആവുന്നുണ്ട്. ഇനി 13ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാല് 13ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് വായിച്ചു നോക്കാം. കൈനറ്റിക്സ് എന്നാണ്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ് കറക്റ്റ് അല്ല ചോദിച്ചിരിക്കുന്നത്, ഇൻകറക്റ്റ്. അപ്പൊ നമ്മൾ വായിച്ചു നോക്ക്. ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ്. അപ്പൊ ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ ഫസ്റ്റ് ഓർഡർ ഒക്കെയാണ് ഓപ്ഷൻ. അപ്പൊ നമുക്ക് രണ്ടിനെ ഹാഫ് ലൈഫ് ഒന്ന് എഴുതി നോക്കാം. ടി ഹാഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ 0.693 K പിന്നെ ഡെറിവേഷൻ ഒന്നും നിങ്ങൾ കാണാൻ പഠിച്ചിട്ടുണ്ട്, ജസ്റ്റ് ഇക്വേഷൻ പഠിച്ചൊക്കെ. ഈ ഹാഫ് ഓർഡർ ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ ആയത് വരുന്നെങ്കിലോ സീറോ ഓർഡർ റിയാക്ഷൻ ആകുമ്പോൾ അത് A0 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ 2K അല്ലേ വരുന്ന ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഇനി ഇത് വായിച്ചു നോക്കാം. ഓപ്ഷൻസ് വായിച്ചു നോക്കാം. ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ്. അല്ലല്ല, പ്രൊപ്പോർഷണൽ അല്ല, ഡയറക്ട്ലി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് തെറ്റാ. പ്രൊപ്പോർഷണൽ അല്ല, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് എന്തായാലും തെറ്റാ. പിന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കുക. ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ഷൻ. ശരിയാ, അത് കോൺസെൻട്രേഷനുമായിട്ട് ഡിപ്പെൻഡന്റ്, ഡയറക്ട്ലി ഡിപ്പെൻഡന്റ്. അപ്പൊ എന്താ പറയാം, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാം. അപ്പോൾ പറയാം ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെന്ന് പറയാം. ഇനി സി ഓപ്ഷൻ എടുക്കുക. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എടുക്കുക. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷന്റെ ഹാഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ഇനിഷ്യൽ കോൺസെൻട്രേഷൻ. ശരിയാ, ഇവിടെ കോൺസെൻട്രേഷൻ നെയിമില്ല. ഹാഫ് ലൈഫ് ഓഫ് സീറോ ഓർഡർ റിയാക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺസെൻട്രേഷൻ നെയിം കാണാം. ഇവിടെ ഒരു കോൺസെൻട്രേഷൻ നെയിമും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ ഇത് ഇൻഡിപെൻഡന്റ് ആണ് ഇതായിട്ട്. അപ്പൊ നമുക്ക് ഇതും ശരിയാണെന്ന് പറയാം. ഇനി അടുത്ത ഓപ്ഷൻ നോക്കുക. ഹാഫ് ലൈഫ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ റേറ്റ് കോൺസ്റ്റന്റ്. ശരിയാണ്, ഹാഫ് ലൈഫിനകത്ത് ഇത് നോക്കുമ്പോൾ ഇത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് അല്ലേ? ഈ സ്റ്റേറ്റ്മെന്റ് മാത്രമല്ലേ തെറ്റുള്ളൂ. അപ്പൊ ഓപ്ഷൻ എ അല്ലേ ഉത്തരം എന്ന് പറഞ്ഞാൽ ഹാഫ് ലൈഫ് ഓഫ് എ സീറോ ഓർഡർ റിയാക്ഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് റേറ്റ് കോൺസ്റ്റന്റുമായിട്ട്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ല. ഓക്കെ, ഇനി നമ്മുടെ ഒരു 14ാമത്തെ സെക്കൻഡ് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാമല്ലോ. The time is required for 1 mole of MnO4 minus plus Mn2 plus when a current of 2.5 ampere is passed during the electrolysis. ഓക്കെ, electrolysis വരുമ്പോൾ അതിനകത്ത് എത്ര ഇതായെന്നാണ് നമുക്ക് അറിയേണ്ടത്. എത്ര ടൈം എടുത്തു എന്നാണ് അറിയേണ്ടത് 2.5 ആംപിയർ എടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് ഇതൊന്ന് എഴുതാലോ. MnO4 മൈനസ് Mn2 പ്ലസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്താൽ മക്കളെ, ഇത് ബാലൻസ് ചെയ്യുമ്പോൾ 8H പ്ലസും അതുപോലെ തന്നെ 8H പ്ലസ് 4H2O ഇവിടെ അപ്പോൾ 5 ഇലക്ട്രോൺസ് ഇങ്ങനെ വരത്തില്ലേ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലായി +7 നിന്ന് +5 വരുമ്പോൾ ഇത് +5 ആണ്. ഇതിന്റെ നമ്പർ ഓഫ് ഇക്വലൻസി എന്ന് പറഞ്ഞാൽ ഇത് 5 ആണ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ ഇക്വലൻസി ഈസ് ഈക്വൽ ടു IT ഡിവൈഡഡ് ബൈ 1 ഫാരഡേ അല്ലേ എന്ന് പറഞ്ഞാൽ 96,500 അല്ലേ. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ടൈം തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതിനകത്തു നിന്ന് നമുക്ക് കറണ്ട് തന്നിട്ടുണ്ടോ, ഇതിനകത്ത് നമുക്ക് ടൈം കണ്ടുപിടിക്കുമ്പോൾ 5 × 96500 ഹെഡഡ് ബൈ 2.5 ആംപിയർ. ഇങ്ങനെ ചെയ്യുമ്പോൾ 13,000 മില്ലി സെക്കൻഡ് കിട്ടും. അപ്പൊ മൈക്രോ സെക്കൻഡ് കിട്ടും. ഇങ്ങോട്ട് നോക്കുമ്പോൾ മൈക്രോ സെക്കൻഡ് ഇതിനായിട്ടൊന്നും മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഇതിനെ ഹവറിലാക്കാൻ നോക്കണം. ഒരു ഹവർ എന്ന് പറഞ്ഞാൽ എത്ര, 60 മിനിറ്റ് അല്ലേ. അപ്പൊ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 സെക്കൻഡ് അല്ലേ. അപ്പൊ ഒരു അവർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് അല്ലേ. അപ്പൊ ഇതിനെ എന്ത് ചെയ്തു, നമ്മൾ 3600 വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം 53.6 എന്ന് കിട്ടും. ഓക്കെ, 53.6 ഉണ്ടല്ലോ, ഹവേഴ്സിനകത്തുണ്ടല്ലോ. ഇത് വളരെ എന്താ പറയുക ലിമിറ്റഡ് കാൽക്കുലേഷൻ ഉള്ള, നിങ്ങളൊക്കെ പരീക്ഷയ്ക്ക് വരുമ്പോൾ രക്ഷപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യുക, ബാലൻസ് ഒന്ന് ചെയ്ത് നോക്കിയിട്ട് നമ്പർ ഓഫ് ഇക്വലൻസി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 80 നമ്പർ ഓഫ് ഇക്വലൻസി ഈസ് ഈക്വൽ ടു കറന്റ് ഇൻടു 10 ഡിവൈഡഡ് ബൈ 1 ഫാരഡേ. 1 ഫാരഡേ ആണ് ഇത്. 1 ഫാരഡേ ഉള്ള 96,500 എന്ന് പറയാം. അപ്പൊ അതിനകത്തേക്ക് നമ്മൾ മൈക്രോ സെക്കൻഡ് നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇത് ഹവറിലേക്ക് മാറ്റി. 2021 ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് യോഗത്തിലേക്ക് നമുക്ക് പോകാമല്ലോ മക്കളെ. ലാസ്റ്റ് പോകാമല്ലോ. സെറ്റ് അല്ലേ നിങ്ങൾ? ഓക്കെ, എന്റെ കൂടെ വാ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വായിക്കാം. ബേസ്ഡ് ഓൺ റിലേറ്റീവ് സ്റ്റെബിലിറ്റി ആൻഡ് ബാരിയർ വിച്ച് among the following schematic energy diagrams would best corresponds to the reaction schemes shown below?
K and K2 similar to magnitude. മക്കളെ ഇത് ഒരു എന്താണ് പറയുന്നത്, നമുക്ക് വേണമെങ്കിൽ പറയാം ഈ ഒരു കെമിക്കൽ കൈനറ്റിക്സ് എന്ന് ചോദിച്ചുകൊണ്ട് ചെറിയ രീതിയിൽ ഇക്വിലിബ്രിയം ടച്ച് ചെയ്യുന്നുണ്ട്, പക്ഷെ കോറിലെ കെമിക്കൽ കൈനറ്റിക്സ് തന്നെയാണ്. ഓക്കെ, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വൈന്ന് ഇസഡ് ആവുന്നതും ഇസഡിന്ന് വൈ ആവുന്നതും വളരെ ഫാസ്റ്റ് അല്ലേ, വളരെ ഫാസ്റ്റ് അല്ലേ, വളരെ ഫാസ്റ്റ് അല്ലേ. എന്തിനേക്കാളും എക്സിന്ന് വൈ ആവുന്നതും വൈന്ന് എക്സ് ആവുന്നതിനേക്കാളും. അപ്പൊ എന്തായാലും നമുക്ക് മനസ്സിലാവും ഇത് എളുപ്പം ഫാസ്റ്റ് ആവുന്നുണ്ട്, ഇതിന്റെ പീക്ക് കുറവായിരിക്കും. ഇവന്മാരുടെ ഫസ്റ്റ് പീക്ക് അല്ലേ ഇത്, ഫസ്റ്റ് പീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പീക്ക് ഹൈയും ആയിരിക്കും, ഇവരുടെ പീക്ക് കുറവായിരിക്കും, ഇവരുടെ പീക്ക് കുറവ്. അപ്പൊ എക്സ് ടു വൈ ഈ വലിയ പീക്ക് ആയിരിക്കും. എക്സ് ടു വൈ എന്ന് പറയുന്നത് വലിയ പീക്ക് ആയിരിക്കും. ആ വലിയ പീക്ക് എവിടെ ഉണ്ടെന്ന് നോക്ക്. ഇവിടെ വലിയ പീക്ക, ഇവിടെ വലിയ പീക്ക, ഇവിടെയും വലിയ പീക്ക. എക്സ് ടു വൈ ടു ഇസഡിനേക്കാൾ വലിയ പീക്കാണ് വൈ ടു ഇസഡ്, ഇത് വലിയ പീക്ക. അപ്പൊ ഇത് തെറ്റാ, ഇത് ശരിയാണ്, ഇത് കഴിഞ്ഞിട്ടാണ്, ഇത് ശരിയാണ്, ഇത് ശരിയാണ്, ഇതാണ് എന്താണ് ഇത് തെറ്റ്. സോറി മക്കളെ, ഇത് ശരിയാണ്, എക്സ് ടു വൈ ആണ് വലുത്, ഇതെന്ന് പറയുമ്പോൾ ഈ പീക്കാണ് വലുത്, അതുകൊണ്ട് ഇത് തെറ്റ. ഒന്ന് എയോ ഡിയോ ആണ് നമ്മുടെ ഉത്തരം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നിങ്ങൾ അങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ ഈ ഒരു സാധനത്തിലാണ് നമ്മൾ നോക്കി കഴിയുമ്പോൾ എന്താണ് നമുക്ക് മനസ്സിലാക്കുന്നത്, റേറ്റ് ഓഫ് ഫോർവേഡ് റിയാക്ഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷനേക്കാൾ കൂടുതലല്ലേ, അപ്പൊ നമുക്ക് ഈ ഒരു കൺക്ലൂഷനിലേക്ക് എത്താമല്ലോ, ഇതൊരു എക്സോതെർമിക് ആണെന്ന്. എക്സോതെർമിക് റിയാക്ഷൻ ആണ്, എക്സോതെർമിക്കിന്റെ റിയാക്ഷനകത്തോട്ട് ഒരു കൺക്ലൂഷനിലോട്ട് എത്താലോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇസഡ് എന്തായാലും ഇസഡിന്റെ എനർജി താഴെ നിൽക്കും, പക്ഷെ ഡീല് നോക്ക് ഇസഡിന്റെ എനർജി വൈയേക്കാളും മുകളിലല്ലേ നിൽക്കുന്ന മക്കളെ. അപ്പൊ എങ്ങനെയായാലും ഇത് ശരിയാവത്തില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ വേണം, ഇസഡിന്റെ ഇത് എന്തായാലും താഴെ നിൽക്കുന്നത് കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇസഡിന്റെ ഇത് ഇതിനേക്കാൾ താഴെ മേളാ നിൽക്കുന്ന വയ്യേക്കാളും. അപ്പൊ ഇത് എന്തായാലും വരത്തില്ല. പക്ഷെ ഇവിടെ നോക്ക് ഇസഡല്ലേ ഏറ്റവും താഴെ നിൽക്കുന്നത്, അപ്പൊ അതൊരു രീതിയിലും പ്രശ്നം വരത്തില്ലോ. എക്സോതെർമിക് ആയതുകൊണ്ട് ഇസഡും താഴെ പോവും. നമ്മുടെ വൈ ടു ഇസഡ് ടു വൈ കൺവേർഷൻ എക്സ് ടു വൈയേക്കാളും വൈ ടു എക്സിനേക്കാളും ഫാസ്റ്റ് ആണ്. അതിന്റെ പീക്ക് എപ്പോഴും താഴെ ആയിരിക്കും, മറ്റേ ഫസ്റ്റ് പീക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. അപ്പൊ ഇതാണ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ഓപ്ഷൻ എന്ന് പറയാലോ മക്കളെ. ഓക്കെ, ആണ് ഓപ്ഷൻ എന്ന് പറയാം. അപ്പൊ മക്കളെ, നമ്മള് 2021 ക്വസ്റ്റ്യൻ പേപ്പറും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മൾ വിജയകരമായി 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോ ഇനി വളരെ ഇനി ഒരു 3 അല്ലെങ്കിൽ 4 ഇതും കൂടാണ് ഈ സീരീസിനകത്ത്, പേപ്പർ ഡിസ്കഷൻ സീരീസിനകത്ത് നമുക്ക് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ഒരു എക്സാം കാണുന്ന പോലെ എക്സാം എഴുതുമെന്ന് കാണുക. നിങ്ങൾ ഇതിനകത്ത് നിങ്ങളെ പറ്റിക്കുവാണ്. നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും മായം കാണിച്ചാൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ പറ്റിച്ചിട്ട് നിങ്ങളെയാണ് നിങ്ങൾ പണി വാങ്ങിക്കുന്നത്. അപ്പൊ യാതൊരു വിധത്തിലും അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോകാതെ നിങ്ങൾ വളരെ നല്ലവണ്ണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളെ പറ്റിക്കായിരിക്കും, സത്യസന്ധമായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഇരിക്കുക. എന്നാലേ നമുക്കൊരു നല്ലൊരു ഐസറിലൊക്കെ അഡ്മിഷൻ കിട്ടും. അപ്പൊ ഇത്രയുള്ള മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ അടുത്തടുത്ത് കാണാം. നിങ്ങൾക്ക് ഇതുപോലുള്ള പ്രീവിയസ് ഇയറിനെ വളരെയധികം അനലൈസ് നമ്മൾ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾ നമ്മളെ സമീപിക്കുക. ഓക്കെ, അപ്പൊ കാണാം മക്കളെ.